പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പുരുഷന്മാരെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആ പാർട്ടിയിൽ എത്രയോ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തിൽ പാർട്ടിയിൽ പ്രവർത്തിച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള പല സ്ത്രീകളും കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളായിട്ടുള്ള സ്ത്രീകൾ വിജയിച്ചു വന്നിട്ടുണ്ട്. ഇവർ പുരുഷന്മാരെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ചർച്ച നടക്കുന്നുകൊണ്ടാണ് എങ്ങും എത്താതെ നിൽക്കുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം. പക്ഷേ നിങ്ങൾ സ്ത്രീകൾ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ത്രീയെ രാഹുൽ ഗാന്ധി മറ്റൊന്ന് പറഞ്ഞത് കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യം സംസ്ഥാനത്തെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് രൂപീകരണം ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ട് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി എന്നുള്ളത് ചോദിക്കുകയാണ്. ഇപ്പൊ അതേപോലെ തന്നെയാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് എവിടെ എത്തിയിട്ടില്ല. ഈ പറയുന്ന പോലെ സ്ത്രീകൾ തന്നെ വേണമെന്നുള്ളൊരു അഭിപ്രായം അതിലുണ്ടോ? അല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം അതിനെ സംബന്ധിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അക്കാര്യം പറഞ്ഞു. അതിൽ ആരായിരിക്കണം എന്തായിരിക്കണം അതിൻ്റെ ആ തീരുമാനങ്ങൾ അവിടെ എടുക്കും. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ ഇതുവരെയും ചർച്ചകൾ അങ്ങനെ ആ ലെവലിലേക്ക് ഇടതുപക്ഷം ഇരിക്കുകയോ മീറ്റിംഗ് ചേരുകയോ ഈ റിസൾട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ പാർട്ടികളും അവരുടെ ചർച്ചകൾ നടത്തണം. ഇത് ഈ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് അതിൻ്റെ ഉപനേതാവ് എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ ദയവ് ചെയ്തിട്ട് കുറയ്ക്കരുത്. ഇത് സംസ്ഥാനത്തെ ജനങ്ങളോട് വോട്ട് ചെയ്തവരോടും അല്ലാത്തവരോടും ഒക്കെ ഉള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ട് ചെയ്ത ഏറ്റവും അധികം വോട്ടർമാർ സ്ത്രീകൾ കൂടിയാണ്. ആ പാർട്ടിക്കകത്ത് തന്നെ എത്രയോ സ്ത്രീകൾ വിജയിച്ചു വന്നിരിക്കുന്നു. അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ 3-4 പുരുഷന്മാരിൽ കേന്ദ്രീകൃതമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച. ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ എന്ത് അവകാശമാണുള്ളത് ചോദിക്കാൻ? ഇടതുപക്ഷം ഭരണത്തിലുള്ളപ്പോൾ ഇങ്ങനെ സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ടോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അല്ല, അതാണ് നമുക്ക് എവിടെയാ ഇപ്പോൾ ഒരു റേപ്പ് നടന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു, നിങ്ങളുടെ കാലത്ത് നടന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് അതിന് ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തെ കുറയ്ക്കാനുള്ള സ്വാഭാവികമായും തീർച്ചയായിട്ടും ഇടതുപക്ഷവും ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ നില എന്താണ്? ഇപ്പോൾ ഇടതുപക്ഷത്തിന് സംഖ്യയില്ല. ഇടതുപക്ഷത്തിന് സംഖ്യയുള്ളപ്പോൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു, ഇനിയും ആലോചിക്കേണ്ടതാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് തീരുന്നല്ല, ജനാധിപത്യ പ്രക്രിയ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇടതുപക്ഷ കാലം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പാർട്ടികളടക്കം ഇത്തരത്തിലുള്ള പൊസിഷനുകളിൽ സ്ഥാനങ്ങളിൽ സ്ത്രീകളെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായും ആലോചിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആലോചിക്കണം. ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള നേതാക്കൾ ഒന്നിലധികം ഉള്ള ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇത്രത്തോളം നീണ്ടുപോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിന് ഒരു മറുപടിയായിട്ട് പറയുന്നത്. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ 3 ആളുകളിൽ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകളെ കൂടി അതിൽ പരിഗണിച്ചതായിട്ട് നമ്മൾ ഇതുവരെ എവിടെയും കേട്ടില്ല. ചർച്ചകൾ വരുന്നതായിട്ടും കേട്ടിട്ടില്ല. ഇതുവരെ നിങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കഴിവുള്ള സ്ത്രീകളുണ്ട്. പ്രധാനമായിട്ടും എന്തുകൊണ്ട് പറയുന്നത്, ഓപ്പോസിഷൻ ലീഡർ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ആശയം പോലും മുന്നോട്ട് വെച്ച ഒരു സംസ്ഥാനത്ത് അത്രയേറെ സ്ത്രീകൾ മഹിളാ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും ഒക്കെ കോൺഗ്രസ് പാർട്ടിയുടെയും നേതാക്കളായിട്ടുള്ള സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ട് വിജയിച്ചു വന്നിട്ടുള്ളവർ, അവരെ എന്തുകൊണ്ട് പരിഗണിക്കണം എന്നുള്ളത് പരിഗണിക്കേണ്ടതല്ലേ? പരിഗണിക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവരെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം, ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനമെങ്കിലും തരണം എന്നുള്ളതാണ്. അല്ല, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അവർ ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള